നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട്. പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. നമ്മൾ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അവർ ഇതേപോലെ ഓരോ ആപ്ലിക്കേഷൻ എടുത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ലോങ് പ്രസ് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൈ അറിയാതെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ലൊക്കേഷൻ മാറുകയോ അറിയാതെ ഡിലീറ്റായി പോവുകയോ ഒക്കെ ചെയ്യും. പലപ്പോഴും നമ്മുടെ സ്ക്രീനിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പല ആപ്പുകളും നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കാതെ വരും. അത് റിമൂവ് ആവുകയോ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം മാറുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫിംഗർ കൊണ്ട് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഹോം സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷനാണ് എൻ്റെ ഫോണിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ അത് ചിലപ്പോൾ മോർ എന്ന ഓപ്ഷനിലായിരിക്കും. ഞാനിവിടെ ഹോം സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാം ലോക്ക് ലേഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഹോം സ്ക്രീനിലേക്ക് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്ന് കാണിക്കും. അതിനുശേഷം നമ്മുടെ സ്ക്രീനിലുള്ള ഒരു ആപ്പും മൂവ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഒരു ആപ്പും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റാൻ കഴിയുകയുമില്ല. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപകാരം കൂടിയുണ്ട്. നമ്മുടെ മൊബൈൽ സ്ക്രീൻ നല്ല ക്ലീൻ ആൻഡ് നീറ്റായി എപ്പോഴും ഇരിക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ബൈ.